MCO 15 മൂന്നാമത്തെ യൂണിറ്റ് ഇന്ത്യ ആൻഡ് വേൾഡ് ട്രേഡ്, ആഗോള വ്യാപാരവും ഇന്ത്യയും, ചെറിയൊരു പഠനം. ഫസ്റ്റ് ഇതിൽ ഇന്നത്തെ വേൾഡ് ട്രേഡിലെ ചില ഇഷ്യൂസ് അല്ലെങ്കിൽ ചില ട്രെൻഡുകൾ പറയാം. ഒന്ന്, റീജിയണലിസം വീസ് മൾട്ടിലേറ്ററിസം. പേര് കേൾക്കുമ്പോൾ ഒരു പറയാൻ പ്രയാസമുണ്ടെങ്കിലും റീജിയണലിസം എന്ന് പറഞ്ഞാൽ ഒരു റീജിയൻ മാത്രം, ഒരു പ്രത്യേക ഏരിയ മാത്രം, അവരൊരു അവരൊരു പ്രത്യേകക്കാരാവുക, ഒരു ടീം മാത്രം പ്രത്യേകമായിട്ട് വളരുക. ഉദാഹരണത്തിനാണ് നമ്മളെ ഏഷ്യൻ മേഖലയിലുള്ള ഒരു 5 രാജ്യങ്ങൾ അവരൊരു കൂട്ടായ്മയാവുക. യൂറോപ്യൻ യൂണിയൻ അവർ കുറച്ച് രാജ്യങ്ങൾ കൂട്ടായ്മയാകുക. അവർക്കിടയിൽ ട്രേഡ് വളരെ സിമ്പിളായിട്ട് നടക്കുക, അവർക്കിടയിൽ റെസ്ട്രിക്ഷൻ കുറവ്, മറ്റൊരു ടീമുമായിട്ട് അവർ ട്രേഡ് നടത്താൻ അത്ര നല്ല രൂപത്തിലല്ല. ഇങ്ങനെ ഒരു റീജിയൻ മാത്രം, ഒരു ഏരിയ മാത്രം ഒന്നായിട്ട് അവർ കച്ചവടം നടത്തിയിട്ട് വരിക. അതായത് ഒരു മൾട്ടിലേറ്ററിസം ഇല്ല, ലോകം മൊത്തം ഒന്നായിട്ട് കാണുന്നില്ല, എല്ലാ രാജ്യങ്ങളെയും കൂട്ടി നമ്മളെല്ലാവരും കൂടി ഒന്ന് എന്ന് നിലക്ക് കാണാതെ ഒരു റീജിയൻ മാത്രം, ഞങ്ങളൊരു ഭാഗക്കാർ എന്ന ഒരു ഭാഗം തിരിയുന്ന ഒരു പരിപാടി, അതാണ് റീജിയണലിസം എന്ന് പറയുന്നത്. ശരിക്കും വേണ്ടത് മൾട്ടിലേറ്ററിസം ആണ്. വേൾഡ് ട്രേഡ് സുഖമായിട്ട് നടക്കാൻ വേണ്ടത്. പക്ഷേ ഇന്ന് റീജിയണലിസം കാണുന്നു. അതൊരു ടീം ഒരു റീജിയൻ ആകുമ്പോൾ യൂറോപ്യൻ മേഖലയിൽ യൂറോപ്യൻ റീജിയൻ ഉണ്ടാകുമ്പോൾ ഏഷ്യൻ മേഖലയിൽ മറ്റേ റീജിയൻ ഉണ്ടാകും, സ്വാഭാവികമാണ്. അതാണ് ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഇന്ന് നിലവിൽ നടക്കുന്ന ഒരു ട്രെൻഡ്, സ്വാഭാവികമായ ട്രെൻഡാണ്. ദിസ് ഗ്രൂപ്പ് ഹാവ് ലെസ് ട്രേഡ് റെസ്ട്രിക്ഷൻ ഫോർ ഗ്രൂപ്പ് മെമ്പേഴ്സ്. ട്രേഡ് റെസ്ട്രിക്ഷൻ, ഡ്യൂട്ടീസും ടാക്സും കുറവായിരിക്കും. നെക്സ്റ്റ്, ലിബറലൈസേഷൻ വിഎസ് ഗ്ലോബലൈസേഷൻ. അത് പിന്നെ നമുക്കറിയാം, ഗ്ലോബലൈസേഷൻ ആണ്. വേൾഡ് ട്രേഡ് നടക്കണമെങ്കിൽ ശരിക്കും ഗ്ലോബലൈസേഷൻ വേണം. ലോകരാജ്യങ്ങൾ മുഴുവനും പരസ്പരം മതിലുകൾ ഒഴിവാക്കണം, ബാരിയേഴ്സ് ഉണ്ടാകരുത് കച്ചവടത്തിൻ്റെ വിഷയത്തിൽ, ട്രേഡിൻ്റെ വിഷയത്തിൽ. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡ് വേണമെങ്കിൽ ശരിക്കും ഗ്ലോബലൈസേഷൻ വേണം. ഈ ഗ്ലോബലൈസേഷൻ വേണമെങ്കിൽ ലിബറലൈസേഷൻ വേണം. ലിബറലൈസേഷൻ ഓരോ രാജ്യങ്ങളും അവരുടെ നിയമങ്ങൾ, ട്രേഡ് ബാരിയേഴ്സുകൾ ഒഴിവാക്കണം, അത് സിമ്പിളാക്കണം, അല്ലേ? നിയമങ്ങൾ സിമ്പിളാക്കണം, ലിബറലൈസ് ചെയ്യണം. റിമൂവിങ് ഓൾ ദ ട്രേഡ് ബാരിയേഴ്സ് എന്നാണ് ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു പ്രൊമോട്ട് ഇൻ്റർനാഷണൽ ട്രേഡ്. അതുകൊണ്ട് തന്നെ ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ ഇല്ലാതെ പോസിബിൾ അല്ല. രണ്ടും പരസ്പരം പൂരകങ്ങളായി നിൽക്കുന്ന കോംപ്ലിമെൻ്ററി ആശയങ്ങളാണ്. നെക്സ്റ്റ്, ഇലക്ട്രോണിക് കൊമേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്. ഇതും അതേപോലെ തന്നെ പരസ്പരം ഇൻ്റർ റിലേറ്റഡായ രണ്ട് വിഷയങ്ങളാണ്. ഇന്നത്തെ ട്രെൻഡ് അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ പറയാണ് വേൾഡ് ട്രേഡിലുണ്ടാകുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡാണ് ഇലക്ട്രോണിക് കൊമേഴ്സ്, ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബൈയിങ് ആൻഡ് സെല്ലിങ് ഗുഡ്സ് ആൻഡ് സർവീസ് ത്രൂ ഇൻ്റർനെറ്റ്. അതാണല്ലോ ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഗുഡ്സ് ആൻഡ് സർവീസ് സെയിൽ ചെയ്യുന്ന ഒരു ട്രെൻഡ് ഇന്നുണ്ടല്ലോ. എന്നാൽ അതിനൊക്കെ കൃത്യമായ ഡാറ്റ ഇൻ്റർചേഞ്ച് വേണം. രാജ്യങ്ങൾക്കിടയിൽ ഡാറ്റ അങ്ങോട്ടും കൈകാര്യം ചെയ്യുന്ന കൃത്യമായ നെറ്റ്വർക്ക് വേണം. ആ ഡാറ്റ അങ്ങോട്ടും ചേഞ്ച് ചെയ്യാതെ ഇ കൊമേഴ്സ് സാധ്യമല്ല. നമുക്ക് ചൈനയിലുള്ളൊരു ഗുഡ്സ് ഒറ്റ ക്ലിക്കിൽ സാധനം ഇവിടെ കിട്ടുന്നതുകൊണ്ട് ഡാറ്റ ഇൻ്റർചേഞ്ചിങ് നടക്കുന്നതുകൊണ്ടാണ്. ഇ ഡി ഐ റെഫേഴ്സ് ടു ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ കമ്പ്യൂട്ടർ. നമ്മൾ ഇൻ്റർനെറ്റാണ് അതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതും പരസ്പരം പൂരകങ്ങളെ അവസ്ഥകൾ. ഇന്നത്തെ ട്രെൻഡാണ് ഈ ഇലക്ട്രോണിക് കൊമേഴ്സ് സാധ്യമാവണമെങ്കിൽ ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് വേണം. അതൊന്ന് റാപ്പിഡ്ലി ഗ്രോയിങ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് ഇഷ്യൂ ആണ് എൻവയോൺമെൻറ്റൽ ചലഞ്ച്. ഇങ്ങനെ ഇൻ്റർനാഷണൽ ട്രേഡ് വ്യാപിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ പ്രകൃതി ഒരുപാട് ദോഷങ്ങൾ നേരിടുന്നുണ്ട്, ഒരുപാട് ചലഞ്ചസുകളുണ്ട്. പ്രധാനമായിട്ടും ഈ ഡെവലപ്പിംഗ് കൺട്രിയെ ചൂഷണം ചെയ്തിട്ട് അവരുടെ ഫാക്ടറികളെല്ലാം ഡെവലപ്പിംഗ് കൺട്രിയിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ എൻവയോൺമെൻറ്റിന് ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ ഡെവലപ്പിംഗ് കൺട്രീസ് ആർ എഫക്റ്റഡ് ബൈ ബിക്കോസ് ഓഫ് MNCs ഷിഫ്റ്റ് ദർ പൊല്യൂട്ടഡ് ഇൻഡസ്ട്രീസ് ഹിയർ. പല മൾട്ടിനാഷണൽ കമ്പനികളും അവരെ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയൊക്കെ സാധുക്കളായ രാജ്യങ്ങളിൽ പോയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്, അവർക്ക് തൊഴിൽ കിട്ടുന്നു എന്നെല്ലാം ഉണ്ട്. നെക്സ്റ്റ്, റോൾ ഓഫ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഇൻ വേൾഡ് ട്രേഡ്. ലോക വ്യാപാരത്തിൽ, ആഗോള വ്യാപാരത്തിൽ ആ വ്യാപാരത്തെ നിയന്ത്രിക്കാനും അതിന്
നേതൃത്വം നൽകാനും ഒരുപാട് ഓർഗനൈസേഷനുകൾ, സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾ നിലവിലുണ്ട്. ആസിയാൻ, വേൾഡ് ബാങ്ക്, UN, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, IMF പോലെ ഓരോ സംഘടനയുടെയും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും അവരുടെ ലക്ഷ്യങ്ങൾ ഓരോന്നാണ്. IMFൻ്റെ ലക്ഷ്യമല്ല വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്, അതിൻ്റെ ലക്ഷ്യമല്ല വേൾഡ് ബാങ്കിന്, ആസിയാന് മറ്റൊരു ലക്ഷ്യമാണ്, UN മറ്റൊരു ലക്ഷ്യമാണ്. എന്തായാലും വേൾഡ് ട്രേഡ് സുഗമമായി നടത്താൻ, വേൾഡ് ട്രേഡ് ൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട്, ടു പ്രൊമോട്ട് ഇൻ്റർനാഷണൽ ട്രേഡ് ദർ ആർ സെവറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിൽ WTOക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇൻ്റർനാഷണൽ തലത്തിൽ, ആഗോളതലത്തിൽ ഈ വേൾഡ് ട്രേഡിന് വേണ്ട റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടാക്കുന്ന, ഫോം ചെയ്യുന്ന, എന്നൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഓർഗനൈസേഷനാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അതിൽ മെമ്പറായവരൊക്കെ ആ ഒരു റൂള് ഫോളോ ചെയ്യുന്നു. എന്തൊക്കെയാണ് ഈ WTOയുടെ ഫങ്ഷൻസ് നോക്കാം. WTOയുടെ പ്രധാന ഫങ്ഷൻ തന്നെയാണ് ഇവിടെ സിമ്പിളായിട്ട്, സ്മൂത്തായിട്ട് വേൾഡ് ട്രേഡുകൾ, ആഗോളതലത്തിലുള്ള വ്യാപാരങ്ങൾ വളരെ സിമ്പിളായിട്ട് ഇവിടെ നടത്താം. കഴിവിൻ്റെ പരമാവധി ഫ്രീ ഓഫ് കോസ്റ്റായിട്ട്, ഇടയ്ക്ക് ടാക്സുകളും ബാരിയേഴ്സുകളും ഒന്നും ഇല്ലാതെ. അതിന് പ്രധാനമായിട്ട് അവർക്കറിയാം, ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും ആഗോളതലത്തിൽ നടപ്പിലാക്കുക എന്ന് തന്നെയാണ് അവരുടെ ഉത്തരവാദിത്വം, അവരുടെ ഫങ്ഷൻ. അവരുടെ ഓരോ ഫങ്ഷൻസ് നോക്കാം. ടു അഡ്മിനിസ്റ്റർ ട്രേഡ് അഗ്രിമെൻറ്റ്, രാജ്യങ്ങൾക്കിടയിലെ ട്രേഡ് അഗ്രിമെൻറ്റിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാം. ടു ആക്ട് ആസ് എ ഫോറം ഫോർ ട്രേഡ് നെഗോസിയേഷൻ, കച്ചവട സംബന്ധമായ ചർച്ചകൾക്ക് അതിനൊരു ഫോറമായിട്ട് അതിൻ്റെ മധ്യത്തിൽ നിന്ന് കൊടുക്കാം. ഇനി രാജ്യങ്ങൾക്കിടയിൽ ട്രേഡുമായി ബന്ധപ്പെട്ട വല്ല ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ, ഇതിൻ്റെ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യാം. ഓരോ രാജ്യത്തിൻ്റെയും ട്രേഡ് പോളിസിയെ അതിനെ റിവ്യൂ ചെയ്യാം, അല്ല മാറ്റത്തിരുത്തൽ വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം. ഡെവലപ്പിംഗ് കൺട്രീസ്, ഡെവലപ്പിംഗ് എക്കണോമിയായ ചെറിയ രാജ്യങ്ങൾക്ക് അവർക്കൊരു ട്രേഡിനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കുക. മറ്റു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, വേൾഡ് ബാങ്ക്, IMF പോലെയുള്ള അവരുമായിട്ട് കോഓപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. ഇതൊക്കെയാണ് WTOൻ്റെ പ്രധാന ലക്ഷ്യം. എന്തായാലും സ്മൂത്തായിട്ട് ആൻഡ് സിമ്പിളായിട്ട്, ഫ്രീ ഓഫ് കോസ്റ്റായിട്ട് ഇൻ്റർനാഷണൽ ട്രേഡ് ഇവിടെ നടത്തുക എന്നാണ് അവരുടെ ലക്ഷ്യം. അതിന് ലിബറലൈസേഷൻ നടത്തുക, എല്ലാ രാജ്യങ്ങളും നിയമനിർമ്മാണങ്ങൾ സിമ്പിളാക്കുക, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഇനി ഇന്ത്യയും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ തമ്മിലുള്ള ചെറിയ റിലേഷൻ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ 1995 മുതൽ ഇന്ത്യ മെമ്പറാണ്. അതിൻ്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന ഗാട്ടിന് പകരമായിട്ടാണല്ലോ പിന്നെ WTO വന്നത്. ഗാട്ടിലും 1998 മുതൽ തന്നെ ഇന്ത്യ മെമ്പറാണ്. ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി എന്നുള്ള നിലയ്ക്ക് തന്നെ വേൾഡ് ട്രേഡ് ഡെവലപ്പിംഗ് കൺട്രി ആയിട്ടും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യയും WTOയും ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ഒരു 4 വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 4 പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. പ്രധാനമായിട്ട് ഒന്ന്, ബാൻ ഓഫ് ചൈനീസ് മൊബൈൽ ആപ്പ്. ചൈനയുടെ ഒരു 58ഓളം മൊബൈൽ ആപ്പുകൾ ഇന്ത്യ നിരോധിച്ചു. ചൈന അതിനെതിരെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ പരാതി പറഞ്ഞിരുന്നു. ഇതൊരു സ്മൂത്തായിട്ടുള്ള ബിസിനസ്, വേൾഡ് ട്രേഡ് നടക്കുന്നതിന് നമ്മളെ WTOൻ്റെ കരാറുകൾക്കെതിരാണെന്ന്. പക്ഷേ അവർ ഇന്ത്യയുടെ കൂടെയാണ് നിന്നത്. WTO ഇഷ്യൂ റിലേറ്റഡ് ദ പീസ് ക്ലോസുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂ, അതായത് ഇന്ത്യയിലെ ചില ഫുഡ് നിർമ്മാണ ടീമുകൾക്ക് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ കുറച്ച് കൂടുതൽ സബ്സിഡി കൊടുക്കുന്നു. ഇന്ത്യയിലെ കമ്പനികൾക്ക് കൂടുതൽ സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ വിദേശികൾക്ക് കയറാൻ കഴിയില്ലല്ലോ. അതുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി താരിഫ് കേസ്, ആ വിഷയത്തിൽ ഇന്ത്യ വല്ലാതെ വിദേശികൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതിന് നല്ലോണം താരിഫ് ചുമത്തിയിട്ട്, കൂടുതൽ ടാക്സ് ചുമത്തിയിട്ട് അവരെ തടഞ്ഞു വെച്ചിരുന്നു. ഫിഷറീസ് സബ്സിഡി, ഇങ്ങനെ ഒരു 4 വിഷയങ്ങൾ ഇന്ത്യയും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും ഈ അടുത്ത് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് മനസ്സിലാക്കി വെക്കുക. 1948 ഗാട്ട് നിലവിൽ വന്നതെങ്കിലും പിന്നീട് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വന്നതോടുകൂടിയിട്ട് ഗാട്ടിൻ്റെ ആ ഒരു വാല്യൂ അങ്ങോട്ട് നഷ്ടപ്പെട്ടു. പക്ഷേ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ അവരൊരു ക്ലോസിൽ തന്നെ ഗാട്ടിനെ ഒന്നും കൂടിയും പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവന്നു. WTOൻ്റെ ഉദ്ദേശം മൊത്തത്തിൽ അന്താരാഷ്ട്ര വ്യാപാരങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ മെമ്പേഴ്സായ എല്ലാ രാജ്യങ്ങളും ഗാട്ട് 1995, ഗാട്ട് 1995 അല്ലെങ്കിൽ 1994 എന്ന് പറയും. എന്തായാലും ഉറുഗ്വേ റൗണ്ട് കോൺഫറൻസിലാണ് അങ്ങനെ ഒരു
വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലെ എല്ലാവരും ഇനി പുതിയ ഈ ഗാട്ടിലൂടെയും മെമ്പറാണ് എന്നൊരു പുതിയൊരു ക്ലോസ് WTO കൊണ്ടുവന്നത്. അതായത് ഓൾ WTO മെമ്പേഴ്സ് ആർ ദ സെയിം ടൈം മെമ്പേഴ്സ് ഓഫ് ദി ഗാഡ്സ്. ഗാഡ്സിൻ്റെ പ്രധാന ഉദ്ദേശം വെച്ചാൽ രാജ്യങ്ങൾക്കിടയിലുള്ള സുഗമമായ ഗുഡ്സിൻ്റെ നീക്കത്തിന് വേണ്ടിയിട്ട് ഈ താരീഫുകളും കോട്ടകളും ഒഴിവാക്കുക. അതുതന്നെയാണ് അവർ പ്രധാനമായിട്ടും ഒബ്ജക്റ്റീവ്. അവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താ നോക്കുക. ഈ പുതിയ ഗാഡ്സിൻ്റെ റിലയബിൾ സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന റൂൾ, നല്ലൊരു വിശ്വാസകരമായ ഒരു സിസ്റ്റം ഉണ്ടാക്കുക അന്താരാഷ്ട്ര കച്ചവട നിയമവുമായി ബന്ധപ്പെട്ട്. അതേ തന്നെ ഒരു ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ്, പാർട്ടിസിപ്പൻസിൻ്റെ ഇടയിൽ എല്ലാ രാജ്യങ്ങൾക്കും ഒരേ ട്രീറ്റ്മെൻറ്റ്, ചിലർക്ക് സുഖമായി കച്ചവടം ചെയ്യുക, ചിലർക്ക് ചില റെസ്ട്രിക്ഷൻ, അങ്ങനെയില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതേപോലെ കൂടുതൽ ലിബറലൈസേഷനോടുകൂടി ഈ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റിന് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. ഇതാണ് അവരുടെ ഉദ്ദേശം. ഗാഡ്സിൻ്റെ പ്രിൻസിപ്പിൾ, ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഫേവേർഡ് നേഷൻ. ഓരോ രാജ്യവും മോസ്റ്റ് ഫേവേർഡ് നേഷനാണ്. രാജ്യങ്ങൾക്കിടയിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഇൻഡിസ്ക്രിമിനേറ്ററി ആയിട്ട് എല്ലാവരും പരസ്പരം സർവീസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താം, ബന്ധപ്പെടണം. അതുപോലെ രണ്ട് രാജ്യങ്ങൾ അവരൊരു പ്രത്യേക പരസ്പരം ഒരു പ്രിഫറൻഷ്യൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കുക, മറ്റുള്ളവരെ കൂട്ടാതെ മറ്റുള്ളവരെ ഒരു ഡിസ്ക്രിമിനേറ്ററി ആകുന്ന രൂപത്തിൽ രണ്ട് രാജ്യങ്ങൾ പ്രത്യേകം ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത് അത് ചെയ്യാൻ പാടില്ല. അതൊക്കെ ഗാഡ്സിൻ്റെ പ്രിൻസിപ്പിളുകളാണ്. അതുപോലെ തന്നെ ഏതൊരു രാജ്യത്തിനും ആ രാജ്യത്തെ പ്രൊഡക്റ്റിനേക്കാൾ മറ്റു രാജ്യത്തെ പ്രൊഡക്റ്റിന് കൂടുതൽ ഫേവറബിൾ ആക്കുക, അങ്ങനെ പരിപാടിയില്ല. ഈ രാജ്യത്തെ പ്രൊഡക്റ്റിനേക്കാൾ ലെസ് ഫേവറബിളാണ് വിദേശത്തു നിന്ന് വരുന്ന പ്രോഡക്റ്റ്, അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. അതുപോലെ ഓരോ രാജ്യത്തെയും ഗവൺമെൻറ് ആ നാട്ടിലെ റെലവൻറ്റ് ലോസ് ആൻഡ് റെഗുലേഷൻസ് നല്ല ട്രാൻസ്പെറൻ്റ് ആയ രൂപത്തിൽ എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ കൃത്യമായിട്ട് അത് പബ്ലിഷ് ചെയ്യണം. അതുപോലെ ആഗോളതലത്തിൽ കോമ്പറ്റീഷൻ ഒഴിവാക്കുന്ന രൂപത്തിലുള്ള ബിസിനസ് പ്രാക്ടീസുകൾ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യണം. അതുപോലെ എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പനീസുകൾ ഒന്നിച്ചല്ലേ, രണ്ട് രാജ്യങ്ങൾ ഒന്നിച്ചിട്ട് നമ്മൾ വില കുറക്കില്ല എന്നെല്ലാം തീരുമാനിക്കാതെ മാക്സിമം കോമ്പറ്റീഷൻ നടക്കട്ടെ, അപ്പോഴല്ലേ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ, പ്രൈസ് കുറയും, ക്വാളിറ്റി കൂടുകയുള്ളൂ. അതുപോലെ ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ആൻഡ് മണി വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ എമംഗ് ദി മെമ്പേഴ്സ്. രാജ്യങ്ങൾക്കിടയിൽ ക്യാപിറ്റലുകളും പണവും വിദേശ നാണയങ്ങളൊക്കെ വിദേശ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ എല്ലാ രാജ്യത്തേക്കും ഇറങ്ങി ചെല്ലട്ടെ. ഇതൊക്കെയാണ് ഈ ഒരു ഗാഡ്സിൻ്റെ പ്രിൻസിപ്പിൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ചെറിയ കാര്യം, 1948 ഗാട്ട് നിലവിൽ വന്നിട്ടുണ്ട്. പിന്നെ WTO ഒന്നോടുകൂടി ഗാട്ടിൻ്റെ ആ ഒരു വില പോയി. പക്ഷെ പിന്നെ WTOൻ്റെ ഒരു ക്ലോസിൽ തന്നെ ഗാട്ടിനെ ഒന്നുകൂടി പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അത് കുറച്ച് അഗ്രിമെൻ്റ് ആക്കി കുറച്ച് റൂൾസാക്കി വന്നിട്ട് അതിൽ ഓൾ WTO മെമ്പേഴ്സ് ആർ ദ മെമ്പേഴ്സ് ഓഫ് ദി ഗാഡ്സ് എന്ന് പറഞ്ഞിട്ട് 1995 ഗാട്ട് ഒന്നും കൂടി വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക.